പിന്നീട് നേരം പ്രണയങ്ങളൊക്കെ ഉണ്ടായോ? പിന്നെ എത്രയോ പ്രണയം. ഓ ഞാൻ ചോദിച്ചു വന്നത് പ്രണവ് മോഹൻലാലിനെ കുറിച്ചല്ല, സത്യമായിട്ടല്ല. അങ്ങോട്ടായിട്ട് എനിക്ക് പ്രണയമൊന്നുമില്ല. ഇല്ലേ? എടോ ഞങ്ങള് അല്ല സത്യമായിട്ട് അങ്ങനെയല്ല. ഇത്രയൊക്കെ ഗായത്രി ഞങ്ങള് പ്രണയത്തിലൊന്നും അല്ല. അങ്ങോട്ട് എന്നെ അറിയോന്ന് തന്നെ എനിക്കറിയില്ല. അല്ല ഞാൻ ചോദിക്കാൻ വരായിരുന്നു, ഇത്രമാത്രം ഇന്റർവ്യൂസ് കൊടുത്തു. നമ്മളിപ്പോ ഏത് ഇന്റർവ്യൂ ഗായത്രി സുരേഷിനെ അടിക്കുമ്പോ കൂടെ പ്രണവ് മോഹൻലാലിനാ വരുന്നേ യൂട്യൂബിലൊക്കെ. സത്യമായിട്ടോ ഞാൻ ഇന്ന് വരുമ്പോ അടിച്ചു നോക്കിയതാ. ഇത്രയൊക്കെ ഉണ്ടായിട്ടേ ആക്ച്വലി എപ്പോഴെങ്കിലും പ്രണവ് മോഹൻലാലോ ലാലേട്ടനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർക്കിളിലുള്ള ആരെങ്കിലും വിളിക്കോ പറയോ എന്തെങ്കിലും ചെയ്തോ? മിക്കവാറും എനിക്ക് ഒരു ചീത്ത കേൾക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ലാലേട്ടന്റെ. കാരണം എന്നെ പറ്റി പറയണത് ഓക്കെ, ആ കുട്ടീനെ പറ്റി പാവം എല്ലാ ഇന്റർവ്യൂവിൽ ഇതാ ചോദിക്കുക എന്നോട്. ആദ്യം അവരൊരു ഫാമിലി ലാലേട്ടനും ഇവർക്കൊക്കെ എന്താ, അല്ല അവരറിയണ്ടോന്ന് എനിക്കറിയില്ല. അത് വേറെ കാര്യം. ഇത് അവിടേക്ക് എത്തി, പക്ഷെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ തോന്നാ, അവരുടെ കുട്ടീനെ വെറുതെ ഇട്ട് ഇങ്ങനെ. കുട്ടിയോടൊരു ഇഷ്ടമുള്ളത് സത്യസന്ധമായി വിളിച്ചു പറയുന്ന ഒരു തെറ്റാണോ? പക്ഷെ അത് ശരിയാണ്. പക്ഷെ എന്നാലും അതായത് ചോദിച്ചേ, എപ്പോഴെങ്കിലും ആരെങ്കിലും പിന്നീട് അതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? അവന് അങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ചോദിച്ചായിരുന്നോ? എന്നാലും ഗായത്രി നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളത് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഞാൻ എല്ലാ സെറ്റിൽ പോയാലും പറയും. ആണോ? എല്ലാവർക്കും അറിയാലേ, ഞങ്ങളുടെ അവസാനമായിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ മീഡിയയിൽ പറയണതിന് മുമ്പ് തന്നെ ഞാൻ കുറെ കാലങ്ങൾ മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പറച്ചില്. അങ്ങനെയൊക്കെയാണ്. അതെ, അതുപോലെ ട്രോളിന്റെ കഥ പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ തന്നെ കാര്യങ്ങൾ ചോദിക്കട്ടെ. ഈ കങ്കണ റണൌട്ടായിട്ട് എന്താ ബന്ധമുള്ള? അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇന്റർവ്യൂല് പ്രതീക്ഷേട്ടൻ എന്നോട് ചോദിച്ചു ഗായത്രിനെ ജൂനിയർ കങ്കണ എന്നാ പറയണേന്ന്. അപ്പൊ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ദൈവമേ ആണോ. പക്ഷെ എനിക്കത് ഒട്ടും അങ്ങനെ തോന്നുന്നു. അതല്ല, അതുകൊണ്ടല്ല. അങ്ങോരിങ്ങനെ തുറന്നടിച്ച് സത്യമായിട്ടല്ല, ഞാൻ അതല്ല, അങ്ങോരിങ്ങനെ ഭയങ്കരമായിട്ട് തുറന്നടിച്ച് പറയണ ആളാണല്ലോ. അപ്പൊ ഞാനും അങ്ങനെ പറയുന്ന ഒരാളാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് സന്തോഷമാണോ തോന്നിയത്? എന്താ കങ്കണ റണൌട്ടോട്ടൊക്കെ നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ന്യൂട്രൽ ആയിട്ടാ തോന്നി. കാരണം അങ്ങോരുടെ പോലെ ഞാൻ മുഖത്തടിച്ച് പറയുന്ന ഒരാളും വേറെ ആൾക്കാരെ പറ്റി കമന്റ് ചെയ്യുക അങ്ങനെ ചെയ്യണ ഒരാളല്ല ഞാൻ. ലാഘവത്തോടുകൂടി ഫൺ കോമഡി അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അത്രേ ഉള്ളൂ. ആരെ വേദനിപ്പിക്കാന്നുള്ളത് വളരെ ചില്ലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗായത്രി, എനിക്കറിയാം ഒത്തിരി ഇന്റർവ്യൂസ് ഒരേപോലെ കൊടുത്ത് ഭയങ്കര മടുത്തിരിക്കുന്ന മനസ്സിലായി. ആ വേദന ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു ഗെയിം കളിക്കാം. ഗെയിമിന്റെ പേര് ട്രൂത്ത് അല്ലെങ്കിൽ പാവയ്ക്ക എന്നുള്ളതാണ്. പാവയ്ക്ക വരട്ടെ. വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത പാവയ്ക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പാവയ്ക്ക ഇഷ്ടമാണോ ഗായത്രി? ഇഷ്ടമല്ല.